ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാഴക്കപ്പത്തിരിയാണ് കേട്ടോ. എല്ലാവർക്കും ഇതുപോലെ ഏകദേശം കറുത്ത കളറുള്ള പഴം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായി കറുത്ത പഴം ഉണ്ടെങ്കിൽ പലർക്കും കഴിക്കാനും അതുപോലെ തന്നെ പഴം പൊരിക്കാനൊക്കെ മടിയാണ്. എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനായി ഞാൻ മൈദപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു കയ്യിൽ ഞാനൊരു 4 കയ്യിൽ മൈദപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കയ്യിൽ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി കേട്ടോ, അതും കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കയ്യിലാണ് കേട്ടോ ഞാൻ അരിപ്പൊടി എടുത്തത്, ബാക്കി 4 കയ്യിലും മൈദയാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്, നല്ല പതയും ഉണ്ടാക്കും കേട്ടോ. ഇതിനായി നമുക്ക് ബേക്കിംഗ് സോഡ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ല പതം ഉണ്ടാവും കഴിക്കുമ്പോൾ. അപ്പോൾ ഉപ്പ് പൊടിയും 4 സ്പൂണ് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ 4 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു കളറിനാണ്, ഞാൻ കളറൊന്നും ചേർക്കണമെന്നില്ല, അപ്പം അതിന് പകരം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് ഒരുപാട് കട്ടിയാവരുത്, എന്നാലും ഒരുപാട് ലൂസും ആവരുത്, ആ ഒരു ലെവലിലായിരിക്കണം. അപ്പം അതിന് ആവശ്യാനുസരണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഏകദേശം ഒന്ന് കലക്കി കൊടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഈ ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവാണ് ആക്കേണ്ടത്. പ്രത്യേകിച്ച് വാഴക്കപ്പത്തിരി ആയതുകൊണ്ട് തന്നെ ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു ബാറ്ററായിട്ട് കിട്ടണം. അപ്പോൾ കളറ് കുറവാണ്, ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾ നിങ്ങളുടെ എത്ര കളർ വേണം ആ ലെവലിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരല്പം ഏലക്കായ പൊടിച്ചതും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട നമ്മുടെ ഈ മാവ് ഈ ഒരു ലെവലിലാണ് നമുക്ക് ആവശ്യം. ഈ ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത്, ഏകദേശം ഒരു ദോശ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ. അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പഴം മുറിച്ചത് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഏകദേശം ഒരു 5-6 പഴം എടുത്തിട്ടുണ്ട്. നല്ല കറുത്ത പഴമാണ്. ഇതുപോലെ ഒന്ന് നന്നായി കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇനി ഇതിൽ പാകമില്ലാത്ത പഴം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം മിക്സിയിലിട്ട് അടിക്കാം. പക്ഷെ ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമില്ല, നന്നായി പഴുത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് കഴി വെച്ച് നമുക്ക് നന്നായി ഒന്ന് ഞെരടി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ബാറ്റർ ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ പഴം കൂടി ഇട്ടപ്പോൾ നല്ലോണം തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഈ ഒരു കയ്യിലാണ് ഞാൻ ലൂസാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല കട്ടിയിൽ ഒഴിച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ കട്ടിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവിൻ്റെ ആ ഒരു ചുവ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ലൂസാക്കി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്രൈങ് പാനൊക്കെ ആണെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. ഇതിങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ പരത്താൻ ബുദ്ധിമുട്ട്. ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടാനുസരണം ഒരുപാട് 2-3 എണ്ണമൊക്കെ ആക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വാഴക്കപ്പത്തിരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എള്ള്, കരിജീരകമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടാൽ നല്ല മൊരിച്ചിലാണുള്ളത്, നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല മൊരിച്ചിലും ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഈസി 4 മണി സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.